അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളത്തെ നമ്മുടെ പരീക്ഷ താരീഖാണ്. താരീഖിൽ ആദ്യത്തെ 5 പാഠങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ടത്. ഈ 5 പാഠങ്ങളുടെയും ഒരു ഫുൾ റിവിഷൻ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായും വിദ്യാർത്ഥികൾ അത് കാണുകയും ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, യോജിപ്പിക്കാം. ഇവിടെ ബ്രാക്കറ്റിൽ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. ശരിയായത് ഓരോ ചോദ്യത്തിന്റെയും നേരെ എഴുതിയാൽ മതി. എന്തെല്ലാമാണ് ബ്രാക്കറ്റിലുള്ളത്? ഓപ്ഷൻസുകൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ വായിച്ചിരിക്കണം. റംല റളിയല്ലാഹു അൻഹ, അബൂ താലിബ്, ആമുൽ ഹുസൻ, 3 വർഷം, നജാഷി, അൽ അഖ്റബീൻ. ഇനി ഒന്നാമത്തെ ചോദ്യം നോക്കാം. രഹസ്യ പ്രബോധനം. എത്ര വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രഹസ്യമായി പ്രബോധനം നടത്തിയത്? 3 വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രഹസ്യമായിട്ട് പ്രബോധനം നടത്തിയത്. 3 വർഷം. രണ്ടാമത്തത് എത്യോപ്യൻ രാജാവ്. ആരാണ് എത്യോപ്യൻ രാജാവ്? നജ്ജാഷി. നജ്ജാഷിയാണ് എത്യോപ്യൻ രാജാവ്. മൂന്നാമത്തത് ഉമ്മു ഹബീബ. നമ്മൾ നജ്ജാഷി രാജാവ് എന്നുള്ള പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു ഹബീബ എന്ന റംല റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മഹർ നൽകിയത് നജ്ജാഷി ആയിരുന്നു എന്ന് പറഞ്ഞ ഭാഗത്ത് ഇത് പഠിച്ചിട്ടുണ്ട്. ഉമ്മു ഹബീബ എന്ന് പറഞ്ഞാൽ റംല റളിയല്ലാഹു അൻഹ. ഇനി ദുഃഖവർഷം, അതേത് പേരിലാണ് അറിയപ്പെടുന്നത്? ആമുൽ ഹുസൻ. ആമുൽ ഹുസൻ, ദുഃഖവർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാമായിരുന്ന അബൂ താലിബും അതുപോലെ അവിടുത്തെ പ്രിയ പത്നിയായ ബീബി ഖദീജ റളിയല്ലാഹു അൻഹയും മരണപ്പെട്ട, ഈ ലോകത്തോട് വിട പറഞ്ഞ വർഷമാണ് ആമുൽ ഹുസൻ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ദുഃഖവർഷം എന്ന് പറഞ്ഞാൽ ആമുൽ ഹുസൻ. ഇനി അടുത്തത് വഅൻദിർ അശീറതകൽ അഖ്റബീൻ. ആറാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്ഷകർത്താവാരാണ്? അബൂ താലിബാണ്. 8ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് എന്ന വലിയുപ്പ മരണപ്പെട്ടതിന് ശേഷം പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദീർഘകാലം സംരക്ഷിച്ചയാളാണ് അബൂ താലിബ്. ഇനി അടുത്തത് വ്യക്തമാക്കാം. കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചതാരാണ്? അലി റളിയല്ലാഹു അൻഹു ആണ്. അലി ഇബ്നു അബി താലിബ്. രണ്ടാമത്തത് ഖദീജ റളിയല്ലാഹു അൻഹ. അവരുടെ പിതാവിന്റെ പേരെന്താണ്? ഖുവൈലിദ്. ഖദീജ ബിൻതു ഖുവൈലിദ്. ഖുവൈലിദ് എന്നാണ് ഖദീജ ബീവിയുടെ ഉപ്പാന്റെ പേര്. മൂന്നാമത്തത് ആദ്യത്തെ വഹയി ലഭിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം എത്രയാണ്? 40 വയസ്സാണ്. നാലാമത്തത് നജ്ജാഷി രാജാവിന്റെ പേര് അസ്ഹിമ. അസ്ഹിമ എന്നാണ് നജ്ജാഷി രാജാവിന്റെ പേര്. ഇനി അടുത്തത് എണ്ണം എഴുതാം. എത്യോപ്യയിലേക്ക് ആദ്യം പോയത് നമ്മൾ പറഞ്ഞു 2 പാലായനങ്ങളാണ് സംഭവിച്ചത്. എത്യോപ്യയിലേക്ക് 2 തവണയാണ് പാലായനം ചെയ്തത്. ആദ്യത്തെ പാലായനത്തിൽ 10 പുരുഷന്മാരും 4 സ്ത്രീകളും. 10 പുരുഷന്മാരും 4 സ്ത്രീകളും. അടുത്തത് എത്യോപ്യയിലേക്കുള്ള 2ാം യാത്രയിൽ എത്ര പുരുഷന്മാരാ? 83 പുരുഷന്മാരും 18 സ്ത്രീകളും. ഈ കണക്കുകൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി അടുത്തത് ഉത്തരം എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി എപ്പോൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചതിനെ തുടർന്നാണ് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയത്. ഇതെല്ലാം വിദ്യാർത്ഥികൾ എഴുതി പരിശീലിക്കണേ. രണ്ടാമത്തത് നജ്ജാഷി സഹാബികളിൽ പെടുന്നില്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ കണ്ടിട്ടില്ല. നബി തങ്ങളെ നേരിൽ കണ്ടാലാണല്ലോ സഹാബിയാവുന്നത്. പക്ഷേ നജ്ജാഷി രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ കണ്ടിട്ടില്ല, അതുകൊണ്ട് സഹാബിയല്ല. ഇനി അടുത്തത് മൂന്നാമത്തത്, ഈ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ നിങ്ങൾ ആക്രമിക്കാനായി ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് കുടുംബാംഗങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞ മറുപടി എന്താണ്? ഞങ്ങളത് വിശ്വസിക്കും. കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല എന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത്. ഇനി നാലാമത്തത്, വിശ്വാസികൾ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തതിന്റെ 3 പ്രധാന കാരണങ്ങളിൽ നിന്നും 2 എഴുതുക.
മൂന്നാമത്തെ പാഠമായ ആദ്യത്തെ പാലായനം എന്ന പാഠത്തിൽ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ആൾബലമില്ല, വേണ്ടത്ര ശക്തിയുമില്ല, തിരിച്ചടിക്കാൻ അള്ളാഹുവിന്റെ അനുവാദവുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസികളോട് എത്യോപ്യയിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ 3 കാരണത്തിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ആവശ്യത്തിന് ആൾബലമില്ല, വേണ്ടത്ര ശക്തിയുമില്ല, തിരിച്ചടിക്കാൻ അള്ളാഹുവിന്റെ അനുവാദവുമില്ല. ഇനി അടുത്തത്, ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനുമെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത്? മക്കയിലെ ഖുറൈശികളാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. അടുത്തത്, ഇത് ആരാണ് പറഞ്ഞത്? അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവുണ്ടവിടെ എന്നാരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നജ്ജാശി രാജാവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. തബ്ബല്ലക് അലിഹാദാ ജമഅതന, നിനക്ക് നാശം, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്? ഇതാരാണ് പറഞ്ഞത്? അബൂലഹബാണ് പറഞ്ഞത്. ഇനി അടുത്തത് പൂരിപ്പിക്കാം. രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് എവിടെ വെച്ചായിരുന്നു? ദാറുൽ അർഖമിൽ വെച്ചായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത്. ദാറുൽ അർഖം എന്ന് എഴുതി കൊടുക്കണം. അടുത്തത്, ആമുൽ ഹുസൻ, നബുവത്തിന്റെ ഡാഷ് വർഷമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാമായിരുന്ന അബൂ താലിബും അതുപോലെ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയും മരണപ്പെട്ട വർഷത്തിനാണ് ദുഃഖവർഷം എന്ന് പറയുന്നത്. അത് എപ്പോഴായിരുന്നു? നബുവത്തിന്റെ 10ാം വർഷമായിരുന്നു. 10ാം വർഷം. ഇനി അടുത്തത്, മൂന്നാമത്തത്, അബൂ താലിബിന്റെ മരണത്തിന്റെ 3ാം നാൾ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയും വഫാത്തായി. അതിനാണ് നമ്മൾ ആമുൽ ഹുസൻ എന്ന് പറയുന്നത്. ഇതാണ് 4ാം ക്ലാസ്സിലെ താരീഖിന്റെ ഒരു മോഡൽ ചോദ്യപേപ്പർ. വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ 5 പാഠങ്ങളും ആവർത്തിച്ച് വായിക്കുകയും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. വീഡിയോ നിർബന്ധമായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.